ശബരിമലയുമായി ബന്ധപ്പെടുത്തി വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു R&D റിസർച്ച് വിങ് നമ്മൾ പ്രവർത്തിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ആർക്കൈവുകൾ, പഴയകാല രേഖകൾ, പിന്നെ ബന്ധപ്പെട്ട ശബരിമലയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ നിന്ന് കിട്ടാവുന്ന രേഖകളൊക്കെ നമ്മൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഇത് ശേഖരിക്കുമ്പോൾ ഞെട്ടിക്കുന്ന ഒരുപാട് വിവരങ്ങളാണ് ശബരിമലയെക്കുറിച്ച് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നിർഭാഗ്യവശാൽ ക്ഷേത്ര സംരക്ഷണ സമിതിയോ ഹിന്ദു ഐക്യവേദിയോ വിശ്വ ഹിന്ദു പരിഷത്തോ സംഘപരിവാർ സംഘടനകളോ ശബരിമല സംരക്ഷണ സമിതിയോ അയ്യപ്പ സേവാ സംഘമോ ആരും തന്നെ ഇത് ചർച്ച ചെയ്യുന്നില്ല എന്നുള്ള വളരെ വേദനാജനകമായ ഖേദകരമായ കാര്യം പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. എന്താണ് ശബരിമലയിൽ സർക്കാരിനുള്ള അവകാശം? സർക്കാരിന് സത്യത്തിൽ ഒരു അവകാശവുമില്ല. ദേവസ്വം മന്ത്രിയും പാടില്ല. എന്താണ് ഇതിന്റെ ചരിത്രപരമായ രേഖകൾ? 1821 ആ കാലഘട്ടത്തിൽ സ്വത്തുക്കൾ ഉണ്ടായിരുന്നത് 3 കൂട്ടർക്കാണ്. ഒന്ന്, ഗവൺമെന്റിന് സ്വത്തുണ്ട്, ദേവസ്വത്തിന് സ്വത്തുണ്ട്, ബ്രഹ്മസ്വത്തിന് സ്വത്തുണ്ട്. ബ്രഹ്മസ്വം ബ്രാഹ്മണ കുടുംബങ്ങളുമായിട്ടും അതിന്റെ അലൈഡ് ആയിട്ടുള്ള ശൈവ വെള്ളാരല്, ബ്രാഹ്മണര്, പിന്നെ നമ്പൂരി, പോറ്റി, അങ്ങനെ ആ ബ്രഹ്മസ്വം എന്നാണ് അതിന് പറയുന്നത്. എന്നാൽ കൂടുതലും ബ്രാഹ്മണർക്കായിരുന്നു സ്വത്തുണ്ടായിരുന്നു. എല്ലാ സ്വത്തിൽ കൂടുതലെന്നല്ല, ഈ വിഭാഗത്തിൽ ബ്രാഹ്മണ വിഭാഗത്തിനായിരുന്നു സ്വത്ത് കൂടുതലുണ്ടായിരുന്നു. പോറ്റിമാർക്കും നമ്പൂതിരിമാർക്ക് കുറച്ച് കുറവായിരുന്നു. എന്നാൽ അതെല്ലാം ഒരു വിഭാഗത്തിൽ വരുന്നത് തന്നെ. അങ്ങനെ ഉണ്ടായിരുന്നപ്പോൾ 1821 മഹാരാജാവിന്റെ കാലത്ത് 25ഓളം ക്ഷേത്രങ്ങൾ ഏറ്റെടുക്കാനുള്ള ഒരു തീരുമാനമുണ്ടായി. തിരുവിതാംകൂറിലെ കഥയാണ് ഞാൻ ഈ പറയുന്നത്. അതിനൊരു ചെറിയൊരു പശ്ചാത്തലം കൂടെയുണ്ട്. ടിപ്പു സുൽത്താന്റെ കാലത്ത് ടിപ്പു സുൽത്താൻ മലബാറിലെ ക്ഷേത്രങ്ങൾ പലതും ആക്രമിച്ചിട്ട് ഗുരുവായൂരിലേക്ക് ആക്രമിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ എടുത്തുകൊണ്ട് അവിടുത്തെ പോറ്റി മേൽശാന്തി അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ പോയി ഒളിച്ചിരുന്നു. ക്ഷേത്രത്തിൽ കൊണ്ടുവച്ചിട്ട് അവിടെ ഒളിച്ചിരുന്നു എന്നൊക്കെ ഒരു കഥയുണ്ട്. ആ സമയത്താണ് പന്തളം കൊട്ടാരത്തിന്റെ കയ്യിലുണ്ടായിരുന്ന, പന്തളം കൊട്ടാരവും ചെറിയ കൊട്ടാരമാണല്ലോ, ചെറിയ സംവിധാനമാണ്, അവർക്ക് ഇതൊന്നും കഴിയാതെ വന്നപ്പോഴാണ് തിരുവിതാംകൂറിലേക്ക് ഇത് മാറി എന്നൊരു കഥ കേൾക്കുന്നുണ്ട്, ടിപ്പു സുൽത്താനെ പേടിച്ചിട്ട്. പക്ഷെ തിരുവിതാംകൂറിൽ അത് വാങ്ങിയിട്ട് അവർ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അവർ നേരിട്ട് ഭരിച്ചില്ല. അവർ ആ ക്ഷേത്രങ്ങളെയൊക്കെ എന്ത് ചെയ്യാൻ ശ്രമിച്ചു എന്ന് വെച്ചാൽ അവര് പിന്നെ റാന്നി കർത്താവിനെ ഏൽപ്പിച്ചുകൊണ്ട്, അപ്പൊ റാന്നി കർത്താവ് എന്ന് പറഞ്ഞാൽ ദേശവാഴിയാണ്. ദേശവാഴി ചെറിയ ആളാണ്, നാടുവാഴിയാണ് വലിയ ആള്, രാജാവ്. നാടുവാഴിയായ തിരുവിതാംകൂർ രാജാവ് ദേശവാഴിയായ റാന്നി രാജാവിനെ കൊണ്ട്, റാന്നി കർത്താവ്, രാജാവല്ല കർത്താവിനെ കൊണ്ട് അത് പിന്നെ ക്ഷേത്രം ഒക്കെ കൂടി നടത്തിച്ച് കൊണ്ടുപോയി. ശബരിമല ഉൾപ്പെടെ, ശബരിമലയുടെ പ്രധാന മേഖലയിൽ ഉണ്ടായിരുന്ന ഒരു ക്ഷേത്രമാണ്. അതിനെ കൊച്ചുവേലൻ എന്ന് പറയുന്ന ആദിവാസിക്ക് കാണിക്ക കൊടുത്തുകൊണ്ടാണ് ഇത് നടത്തിയിരുന്നത്. പന്തളം പീഠികയ്ക്ക് വേണ്ടി റാന്നി കർത്താക്കളാണ് ഈ ക്ഷേത്രം നോക്കി നടത്തിയിരുന്നത്. ഇതാണ് പഴയ ഒരു കഥ. അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയാണ് കാര്യങ്ങൾ. 1821 കാര്യം ഞാൻ പറഞ്ഞപ്പോൾ 1890 ആകുമ്പോൾ ഭരണം കൂടുതൽ ഏറ്റെടുത്തു തിരുവിതാംകൂർ ദേവസ്വംകാർ, അല്ല പിന്നെ മഹാരാജാവ്. ഇതിന് പറയുന്ന ഒരു കാരണം കൂടെയുണ്ട്. മൺട്രോ സാഹിബ് അന്ന് ദിവാനും വലിയ ഭരണാധികാരിയുമാണ്. അപ്പൊ അന്ന് രാജ്ഞിയുടെ കാലം കൂടെയാണ്. മൺട്രോ സാഹിബ് ഒരു റിപ്പോർട്ട് കൊടുത്തു, ക്ഷേത്രങ്ങളെല്ലാം അന്യാധീനമായി പോകുന്നു, അതുകൊണ്ട് ഇത് തിരുവിതാംകൂർ ഏറ്റെടുക്കണം, നന്നായി നടത്തണം എന്നൊരു, അങ്ങനെയാണ് ദേവസ്വം ബോർഡ് ബില്ലൊക്കെ വരുന്നത്. അത് പിന്നീട് വരുന്നൊരു കഥയാണ്. എന്തായാലും ദേവസ്വം ഭൂമിയും ബ്രഹ്മസ്വം ഭൂമിയുടെ കഥയിൽ നിന്ന് തുടങ്ങി 1904 ആകുമ്പോൾ ആന്ധ്രാപ്രദേശിലുള്ള ജസ്റ്റിസ് രാമചന്ദ്ര റാവുവിന്റെ ഒരു കമ്മിറ്റി തിരുവിതാംകൂറുകാർ വയ്ക്കുന്നുണ്ട്. ആ കമ്മിറ്റി 1911 ഒരു റിപ്പോർട്ട് പുറത്തു കൊണ്ടുവന്നു. ആ റിപ്പോർട്ട് 12 അതനുസരിച്ച് ഒരു ഓർഡർ വന്നു. 1912 ഓർഡർ നമ്പർ ഡി മീൻസ് ദേവസ്വം, D-4905 ഓഫ് 1912 എന്നൊരു ഓർഡർ വന്നു. അപ്പൊ ദേവസ്വത്തിന്റെ ഒരു തുടക്കമായല്ലോ. അപ്പോൾ അങ്ങനെ വന്ന് 1922 ദേവസ്വം പ്രൊക്ലമേഷൻ റിപ്പോർട്ടും പുറത്തു വന്നു. അങ്ങനെയാണ് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ദേവസ്വം ഡിപ്പാർട്ട്മെന്റ് കേരളത്തിൽ വന്നത്. ദേവസ്വം ബോർഡല്ല, ദേവസ്വം ഡിപ്പാർട്ട്മെന്റ്. ഒരു ദേവസ്വം ഹൈക്കമ്മീഷണറെ പോസ്റ്റ് ചെയ്യും. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അല്ല ഭരണാധികാരി. ശബരിമലയിൽ ദേവസ്വം ബോർഡ് കമ്മീഷണറാണ്. നിർഭാഗ്യവശാൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന് പറയുന്ന പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് വന്നു തുടങ്ങിയപ്പോഴാണ് ഇതിൽ കളിയെല്ലാം മാറിയത്. അല്ല, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അല്ല വലിയ ആള്, ദേവസ്വം ബോർഡ് കമ്മീഷണറാണ്. എന്നിട്ട് മഹാരാജാവ് 5 അംഗങ്ങളുള്ള ഒരു കമ്മിറ്റി വെച്ചു. അതിലൊരു നല്ല രസകരമായ കാര്യം, 3 പേർ ഹിന്ദുക്കളും 2 പേർ ക്രിസ്ത്യാനികളുമായിരുന്നു. അപ്പൊ എന്തിനാണ് ക്രിസ്ത്യാനികളെ അങ്ങനെ ഒരു കമ്മിറ്റി വെച്ച് ക്ഷേത്രത്തിന്റെ കാര്യം നോക്കാനായിട്ട്? ശബരിമലയല്ല, മൊത്തം തിരുവിതാംകൂർ ക്ഷേത്രങ്ങളുടെ കഥയാ പറയുന്നത്. അങ്ങനെ വെച്ചതിന്റെ കാര്യം, തിരുവിതാംകൂറിൽ അന്ന് വ്യാപകമായി ക്രിസ്ത്യ വിഭാഗക്കാരുടെ ഹിന്ദുക്കളും തമ്മിൽ തർക്കമുണ്ടാവുകയും അതാണ് നിലയ്ക്കൽ പ്രശ്നമൊക്കെ വന്നത്. പല ക്ഷേത്രങ്ങളുടെയും ഭൂമി ക്രിസ്ത്യ വിഭാഗത്തിന്റെ കയ്യിലിരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അത് ഒന്ന് കറക്റ്റായിട്ട് പിടിക്കണമെങ്കിൽ ക്രിസ്ത്യ വിഭാഗത്തിലുള്ളവരെ കൂടി വിശ്വാസത്തിലെടുക്കാൻ വേണ്ടി 2 ക്രിസ്ത്യാനികളെയും വെച്ചുകൊണ്ടുള്ള ഒരു 5 അംഗ കമ്മിറ്റി വെച്ചു. അതിൽ
കോട്ടയത്തുള്ള ഒരു പണ്ഡിതനായ PK നാരായണപിള്ള ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു വിയോജനക്കുറിപ്പ് എഴുതി, അതായത് മൈനോറിറ്റി റിപ്പോർട്ട് എന്ന് പറയാം. ബാക്കി 4 പേരും ഒരു ഒറ്റ കാര്യം പറഞ്ഞു. ഈ മൈനോറിറ്റി റിപ്പോർട്ടിൽ പറയുന്ന പ്രധാന കാര്യം, ക്ഷേത്രത്തിന്റെ രാജാവിന്റെ പങ്കെത്ര, മഹാരാജാവ് ഒള്ളി എ ട്രസ്റ്റി, തിരുവിതാംകൂർ മഹാരാജാവ് ഒരു ട്രസ്റ്റി മാത്രമാണ്, ക്ഷേത്രം നേരിട്ട് നടത്തരുത്. ആചാരങ്ങൾ, ശാന്തിയും കഴകവും മന്ത്രവും തന്ത്രവും എല്ലാം മറ്റ് സംവിധാനങ്ങളിൽ നോക്കിക്കൊള്ളണം. പന്തളം കൊട്ടാരത്തിന്റെ അഭിപ്രായം കൂടി എടുത്തുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ ശബരിമലയെ സംബന്ധിച്ച്. ഇതാണ് അന്നുണ്ടായിരുന്ന ഒരു ധാരണ. ആചാരങ്ങളിൽ ഒരു കാരണവശാലും കൊട്ടാരത്തിൽ നിന്ന് ഇടപെടാൻ പാടില്ല, തിരുവിതാംകൂറിൽ നിന്ന്. അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ജനറലും ദിവാനും രാജാനും ഒക്കെ കൂടെ ചേരുന്ന ഒരു സംവിധാനമാണ് ഇവിടെ ഇതിനൊക്കെ ഒരു സപ്പോർട്ട് കൊടുക്കേണ്ടത്. പിന്നെ സ്റ്റേറ്റിന് ഒരു സറണ്ടറും ഇല്ല. 1940 അതെല്ലാം കഴിഞ്ഞ് 49 ആവുമ്പോൾ ഒരു കവനന്റ് അല്ലെങ്കിൽ ഒരു വൈറ്റ് പേപ്പർ ഇറക്കുകയുണ്ടായി ഇതിനെ സംബന്ധിച്ച്. അതൊരു ഓർഡറെന്നോ പ്രൊക്ലമേഷൻ എന്നൊക്കെ പറയാം. അന്ന് തിരുവിതാംകൂറിൽ 5 കുടുംബങ്ങൾക്കാണ് കൂടുതൽ ക്ഷേത്രം ഉണ്ടായിരുന്നത്. ആലങ്ങാട്, ആലുവയിലുള്ള ആലങ്ങാട് കുടുംബത്തിന് 34 ക്ഷേത്രം, കറുപ്പുറം ചേർത്തല ക്ഷേത്രം, കൂത്താട്ടുകുളത്തെ നെല്ലിക്കാട്ട് ഭഗവതി ക്ഷേത്രം, തിരുവല്ലത്തെ ശ്രീവല്ലഭ ക്ഷേത്രം, പന്തളം കൊട്ടാരത്തിന്റെ ശബരിമല. അങ്ങനെ ഒരു ഉടമ്പടി ഉണ്ടാവുകയും ആ ഉടമ്പടി പ്രകാരം ഹിന്ദു റിലീജിയസ് എൻഡോമെന്റ് ആക്ട് 1949 ഉണ്ടാവുകയും ചെയ്തു. അപ്പൊ അതൊരു സ്വതന്ത്ര ബോഡിയാണ്. അഡ്മിനിസ്ട്രേഷൻ രാജാവ് ഇടപെടാൻ പാടില്ല. വീണ്ടും വീണ്ടും പറയുകയാണ്. ദേവസ്വം കമ്മീഷണറായിരുന്നു ഓവറോൾ ചാർജ്. ഇതിൽ ഹിന്ദു വിശ്വാസികൾക്കായിരിക്കണം സമ്പൂർണ്ണ സാധ്യത. വരുമാനം കൊണ്ട് ക്ഷേത്രം ഭരിച്ചോണം. എന്നാൽ ഒരുപാട് ഭൂമി, റവന്യൂ ഭൂമിയും സർക്കാർ ഭൂമിയും അമ്പല ഭൂമിയും ക്ഷേത്രം ഭൂമിയും തമ്മിലൊക്കെ കൂടിക്കൊഴിഞ്ഞ് കിടക്കുന്നത്, പ്രത്യേകിച്ച് പന്തളം കൊട്ടാരത്തിന്റെയൊക്കെ ധാരാളം ഭൂമി ഇങ്ങനെ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് 50 ലക്ഷം രൂപ പ്രതിവർഷം ക്ഷേത്രങ്ങൾക്കായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് സർക്കാർ കൊടുക്കും. പത്മനാഭശിവ ക്ഷേത്രത്തിന് 1 ലക്ഷം രൂപയും കൊടുക്കും. അങ്ങനെ 1949 കവനന്റിൽ ആർട്ടിക്കിൾ 3 തിരുക്കൊച്ചി ഒബ്ലിഗേഷൻസ് ആൻഡ് ലയബിലിറ്റി എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു. ഗവൺമെന്റിനുള്ള ഒബ്ലിഗേഷൻസ് എന്താണ്, ലയബിലിറ്റി എന്താണ്. ആർട്ടിക്കിൾ 8C, അതും 1949 തന്നെ 22 ദേവസ്വം പ്രൊക്ലമേഷൻ ഷെഡ്യൂൾ ഓഫ് ടെമ്പിൾസിൽ 2 കാര്യം വന്നു. ഇതൊക്കെ വളരെ പ്രധാനമാണ്. ഇവിടുത്തെ ഹിന്ദു സമൂഹം ഇതൊക്കെയാണ് പഠിക്കേണ്ടത്. അല്ലാതെ ഈ ശശികല ടീച്ചർ ആയാലും അതുപോലെ RV ബാബു ആയാലും അല്ലെങ്കിൽ വത്സൻ തില്ലങ്കേരി ആയാലും മുട്ടിന് മുസ്ലിങ്ങളെ തെറി പറഞ്ഞ് ക്രിസ്ത്യാനികളെ തെറി പറഞ്ഞ് കയ്യടി വാങ്ങുകയല്ല ചെയ്യേണ്ടത്. ഇത് നിങ്ങൾ പഠിക്കൂ, നിങ്ങൾ പഠിപ്പിക്കൂ. ഞാൻ നിങ്ങളെ കുറ്റം പറയുകയല്ല കേട്ടോ. നിങ്ങൾ ഹിന്ദു കൾച്ചർ സംരക്ഷണത്തിനുണ്ട് ഒരുപാട് ജോലി ചെയ്യുന്നവരാണ്. ഷെഡ്യൂൾ ഓഫ് ടെമ്പിൾസിൽ എഴുതി വെച്ചിരിക്കുന്നത് അൺഇൻകോർപ്പറേറ്റഡ് ആയിട്ടുള്ള ടെമ്പിൾസും ഉണ്ട്, ഇൻകോർപ്പറേറ്റഡ് ടെമ്പിൾസും ഉണ്ട്. അതിൽ അൺഇൻകോർപ്പറേറ്റഡ് ടെമ്പിൾസിനാണ്, അതായത് ഉൾപ്പെടുത്താത്ത ടെമ്പിളിലാണ് ശബരിമല കിടക്കുന്നത്. പക്ഷെ ബഡ്ജറ്റ് തയ്യാറാക്കിയപ്പോൾ ബഡ്ജറ്റിന്റെ ആമുഖത്തിൽ ഈ അൺഇൻകോർപ്പറേറ്റഡ് കാറ്റഗറിയെ ഇൻകോർപ്പറേറ്റഡ് ലിസ്റ്റിൽ കൂടെ ഉൾപ്പെടുത്തി എന്നുള്ള ഒരു ചതി അന്ന് നടന്നിട്ടുണ്ട്. ആർട്ടിക്കിൾ 10 സബ്സെക്ഷൻ അനുസരിച്ച് ക്ഷേത്രങ്ങളുടെ ഭരണത്തിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിക്കും സർക്കാരിനും വേണമെങ്കിൽ മാറ്റങ്ങൾ വരുത്താം. പക്ഷേ കവനന്റിലും 49 പറഞ്ഞിരിക്കുന്ന കവനന്റിലോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനോ എഗൻസ്റ്റ് ആയിട്ട് പോകാൻ കഴിയില്ല. കവനന്റ് സൈൻ ചെയ്തിരിക്കുന്ന കൊച്ചി രാജാവും തിരുവിതാംകൂർ രാജാവും യൂണിയൻ ഗവൺമെന്റും തമ്മിലാണ് അന്ന്. കാരണം അങ്ങനെയാണല്ലോ റിലേഷൻ. പിന്നീട് കേരള സംസ്ഥാനം രൂപീകരിച്ചപ്പോൾ കൊച്ചി രാജാവ് തിരുക്കൊച്ചി രാജാക്കന്മാരുടെ അധികാരമെല്ലാം കേരള സർക്കാരിന് കിട്ടിയപ്പോൾ തത്വത്തിൽ വേണമെങ്കിൽ പറയാം കേരള സർക്കാരും കേന്ദ്ര സർക്കാരുമാണ്. 1950 ഹിന്ദു റിലീജിയസ് ആക്ട് അനുസരിച്ച് ദേവസ്വം ബോർഡ് വരുന്നു. അതിനകത്ത് മൺട്രോ സാഹിബിന്റെ കത്തും കൂടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അതിനകത്ത് ഇൻകോർപ്പറേറ്റ് ക്ഷേത്രങ്ങളെല്ലാം മേജർ എന്നും മറ്റു കുറെ ക്ഷേത്രങ്ങളെ മൈനർ എന്ന് 2 ആയിട്ട് മാറ്റി. ഇതാണ് ആദ്യത്തെ ഒരു കഥ. ശരിക്കും പറഞ്ഞാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് അവിടെ ക്ഷേത്രത്തിന് ഒരു കാര്യവുമില്ല, യാതൊരു വിധത്തിലുള്ള ഇടപാടുമില്ല. ഒരു കാര്യം ഇവിടെ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം. മറ്റ് വീഡിയോകൾ ഇതിൽ തന്നെ ചെയ്യുന്നുണ്ട് വിഷയങ്ങളിൽ. തിരുവിതാംകൂറിനെ അന്ന് അറിയപ്പെട്ടിരുന്നത് ലാൻഡ് ഓഫ് ധർമ്മ എന്നാണ്. ലാൻഡ് ഓഫ് ധർമ്മ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചരിത്രകാരന്മാർ പറയുന്നതനുസരിച്ച്, പ്രത്യേകിച്ച് ഡോക്ടർ MG ശശിഭൂഷൺ സാറിനെ പോലുള്ളവരൊക്കെ പറയുന്നതനുസരിച്ച് ധർമ്മരാജ്യമല്ല, ഹിന്ദു രാജ്യമാണ്. കാരണം അന്നത്തെ ധർമ്മം എന്ന് പറയുന്നത് ഹിന്ദു ധർമ്മമാണ്. അപ്പൊ ഹിന്ദു രാജ്യമായ തിരുവിതാംകൂറിൽ നിന്ന് ഹിന്ദു രാജ്യമായ തിരുക്കൊച്ചിയിലാണ് ക്ഷേത്രങ്ങളുടെ ഭരണം രാജഭരണത്തിന്റെ ഒരു നിയന്ത്രണത്തിൽ, ഒരു ട്രസ്റ്റിഷിപ്പിൽ സ്വതന്ത്രമായ ഒരു ബോഡി നടപ്പിലാക്കിയിരുന്നത്. എന്നാൽ 1976-77 കാലഘട്ടത്തിൽ ഇന്ത്യൻ ഭരണഘടനയെ ഭേദഗതി ചെയ്തുകൊണ്ട് ഇന്ദിരാഗാന്ധി സെക്കുലർ എന്നൊരു വാക്ക് വച്ചപ്പോൾ പിന്നെ ഹിന്ദു എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇല്ല, അത് പോയി. അപ്പോൾ സെക്കുലർ എന്ന പദം വച്ചതിന് ശേഷം ക്ഷേത്ര ഭരണം നടത്താൻ ഒരു കാരണവശാലും സർക്കാരിന് അധികാരമില്ല. അതുകൊണ്ട് ക്ഷേത്രം സർക്കാർ ദേവസ്വം മന്ത്രിയൊക്കെ പറഞ്ഞു വിട്ടിട്ട് വളരെ സ്വതന്ത്രമായ ഒരു ഓട്ടോണമസ് ബോഡിയായി ദേവസ്വം ബോഡി ഇപ്പോ അതങ്ങനെയാണിപ്പോ. അതിനെ സർവതന്ത്ര സ്വതന്ത്രമായി വളർത്തണം.
അവിടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അല്ല, വലിയ ആള് ദേവസ്വം ബോർഡ് മെമ്പർമാരുമല്ല, ദേവസ്വം ബോർഡ് കമ്മീഷണറാണ്. ഇതാണ് ഒറിജിനൽ ഡോക്യുമെന്റ്. ഇതനുസരിച്ചുള്ള മാറ്റം ശബരിമലയിൽ കൊണ്ടുവരുമായിരിക്കാം. എന്തായാലും പന്തളം രാജകുടുംബം ഇതിനെ സംബന്ധിച്ച് കുറെ കേസും വഴക്കും എല്ലാം കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പറയാം.